ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഈ വ്ളോഗിലില്ലേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള എന്താണെന്നറിയാം. ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞിട്ടില്ലേനാ, ഞാൻ മൊത്തത്തിൽ ടൈമിലൊന്ന് സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷം അൻ്റെയും കുട്ടികളെയും എല്ലാം കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടെന്ന്. അതെങ്ങനെയാണെന്നെല്ലാം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നേട്ടാ. ആ ഒരു വീഡിയോ ചെയ്യണേന്ന് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടേനു. ഞാനില്ലേ രാവിലെ ഒരു 5:30 മണിയെല്ലാം വന്ന് എണീക്കൽ. പിന്നെ ആ സമയത്തൊന്നും പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരെ വിളിച്ചെണീപ്പിച്ച് ഫ്രഷാക്കി സ്കൂളിലേക്ക് ഇവരിങ്ങനെ നല്ല ആക്റ്റീവായിട്ട് ഇപ്പോൾ ആക്റ്റീവ് ആയതിൻ്റെ തന്നെ കാരണമില്ലേ, ഞാൻ ഈ ടൈമെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ്. പിന്നെ ഇല്ലേ ഇന്ന് സ്പെഷ്യൽ റെസിപ്പി ഒന്നും അല്ല ഇവർക്കാക്കി കൊടുത്തിന്. അതുകൊണ്ട് ഞാൻ ടിഫിൻ ബോക്സ് ഒന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു 7 മണിയെല്ലാം ആകുമ്പോൾ ഇവർ പോയിട്ടാ. പിന്നെ ഞാനും ഇക്കയില്ലേ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവല. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടില്ലേ ഇക്കാൻ്റെ ഒക്കെ പോകലുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഇക്ക എന്നോട് ചോദിക്കലുണ്ടേനു ജിമ്മിൽ വരുന്ന എന്തൊക്കെ വരുന്നതെന്നിങ്ങനെ ചോദിക്കലുണ്ടേനു. ഇപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഇക്ക പോകാൻ തുടങ്ങിയ. അന്നേരം എന്നോട് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തേക്കുള്ള മെമ്പർഷിപ്പ് എടുത്തേനെ. ഇപ്പോൾ ഒരാഴ്ച ആവാൻ പോകുന്നേ ഉള്ളൂ പോകാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ എപ്പോഴും നമ്മളെ റൂമിൻ്റെ നേരെ താഴെ തന്നെ നല്ലൊരു ചായക്കടയുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലത്തെ ചായയും കടിയെല്ലാം കിട്ടുന്ന. ചിലപ്പോൾ അവിടുന്ന് ചായ മാത്രം കുടിച്ചിട്ട് പോകും. പിന്നെ ഇന്ന് ചിലപ്പോൾ ഉഴുന്ന് വടയില്ലേ ഇടയ്ക്ക് വാങ്ങലുള്ളൂ. നല്ല ഫ്രഷ് ആയിരിക്കും, പൊരിച്ച പാടുള്ളതായിരിക്കും, ഭയങ്കര ക്രിസ്പിയായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നോടൊക്കെ പറയും നീ ഉഴുന്ന് വടക്ക് വേണ്ടിയില്ലേ ജിമ്മിൽ വരാൻ തന്നെ സമ്മതിച്ചെന്നെല്ലാം ചോദിക്കലുണ്ട്. പിന്നില്ലേ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിക്കുക എന്താണെന്നറിയാം. കാരണം ഒന്നാമത് ഞാൻ മെലിയാൻ വേണ്ടിയിട്ടേ അല്ല, പിന്നെ മസിൽ വരാൻ വേണ്ടിയിട്ടല്ല, അങ്ങനത്തെ സംഭവമൊന്നും അല്ല കേട്ടോ. എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. മടിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് നടക്കുമ്പോൾ എൻ്റെ തന്നെ ഭയങ്കരമായിട്ട് കിതക്കാന്ന് പറഞ്ഞാൽ കിതക്കും, അങ്ങനെയല്ലേ പറയുക. അപ്പോൾ ഇല്ലേ എനിക്ക് മടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എക്സസൈസ് എല്ലാം ചെയ്യുന്നത് ഭയങ്കര നല്ലതല്ലേ. ഇങ്ങനെ ഭയങ്കര വെയിറ്റ് എടുത്ത് മസിൽ വരാനോ അല്ലെങ്കിൽ മെലിഞ്ഞ് സ്ലിമ്മായിട്ട് സീറോ സൈസ് ആകാനോ അതിനൊന്നുമല്ല. എനിക്കിനി വെയിറ്റൊന്നും കുറയ്ക്കണ്ട, പക്ഷേ ആ ഒരു റുട്ടീന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ 1 മണിക്കൂർ വർക്കൗട്ടെല്ലാം ചെയ്ത് പിന്നെയും ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഞാൻ പോകല. ഞാനില്ലേ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടും പിന്നെ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ടും കാർഡിയോ മാത്രമേ ചെയ്യാവൂ, കാർഡിയോ എക്സസൈസ് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനർ. അങ്ങനെ 1 മണിക്കൂർ മാത്രമേ നിൽക്കലുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഫുൾ അറബി ലേഡീസ് ആയിരിക്കുമേ, നിറച്ച ആളുണ്ടാവും. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആരും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രം എടുത്താൽ. പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലേനു കേട്ടോ. നമ്മൾ ഈ ഭയങ്കര വെയിറ്റ് എടുക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഭയങ്കര റിഫ്രഷ് ആയിട്ട് തോന്നും കേട്ടോ നമുക്ക് രാവിലെ തന്നെ കുറച്ചൊന്ന് എക്സസൈസ് എല്ലാം ചെയ്യുമ്പോൾ. എനിക്ക് തന്നെ ഈ ഒരാഴ്ചയായിട്ട് നല്ല മാറ്റം ഫീൽ ആകുന്നുണ്ടേനെ. അല്ലെങ്കിൽ ഇക്ക ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലല്ലേ എനിക്ക് പണികൾ ചെയ്ത് തുടങ്ങാനൊരു മടി ഉണ്ടാവും. ഇങ്ങനെ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലില്ലേ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒന്നും തോന്നില്ല. ഭയങ്കര ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ സമയം ഇതിപ്പോൾ 8:30 മണി കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ നിന്നൊരു 10 മിനിറ്റ് വരാനേ ഉള്ളൂ കേട്ടോ അടുത്തേക്ക്. പിന്നെ ഇവിടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഉള്ളതുകൊണ്ട് വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ വേറൊന്നുണ്ടേനു. പക്ഷേങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഒരേ സ്ഥലത്ത് പോകണം എന്നുള്ളതുകൊണ്ട് അന്ന് കുറച്ചപ്പുറത്തെ ജിമ്മിൽ ജോയിൻ ചെയ്തേ. പിന്നെ ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്ക് റൂമിലെത്തും. പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷ് ആകുന്നതിന് മുന്നേ, കുളിച്ച് ഫ്രഷ് ആകുന്നതിന് മുന്നേ ഞാൻ ഇക്കാക്ക് ഷോപ്പിൽ ഇക്ക വേഗം ഇനി ഷോപ്പിൽ പോകട്ടാ ടൈം കറക്റ്റ് ടൈം. പിന്നെ വെറുതെ ഇരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചിന്, പിന്നെ മ്യൂസ്ലി ഇല്ലേ അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ. ഒന്നിക്കിൽ ഓവർനൈറ്റ് ഓട്സ് ആക്കലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മ്യൂസ്ലി ആക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാവിലെ
കത്തൽ മീൻസ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അതാക്കും. ഞാനില്ലേ മുസ്ലി ഇങ്ങനെ ചൂടുള്ള പാലിൽ സോക്ക് ചെയ്ത് വെക്കും. പാലിൽ ചൂടാറുമ്പോൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഫ്രഷ് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സും സീഡെല്ലാം ഈ മുസ്ലിയിൽ തന്നെ ഉണ്ടാവേ. ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ആപ്പിള, പഴ, ബ്ലൂബെറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടും. പിന്നെ ഈ ഫ്ലാക്സ് സീഡെല്ലാം ഇടലുണ്ട് ഞാൻ. പിന്നെ ചിലർ തണുത്ത പാലിട്ടിട്ട് കുടിക്കും. പക്ഷെങ്കിൽ അങ്ങനെ ഇക്കാക്ക് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി നേരെ കിച്ചണിലേക്ക് വന്ന് നല്ല വെയിലുള്ള ദിവസം ഞാൻ ഇതിടും കേട്ടോ, ഈ കേട്ടൺ ഇടും, അല്ലെങ്കിൽ തുറന്നിടും കേട്ടോ. ഇന്ന് പിന്നെ എന്തോ ഒരു വെയിലടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫ്രഷായി കഴിഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ച് സമയം എഡിറ്റ് ചെയ്യാനുണ്ടായിന്. ഒരു 11:45 12 മണിയാകുമ്പോഴാണ് കിച്ചണിൽ ചോറുണ്ടാക്കാൻ വേണ്ടി വന്നത്. ഇന്ന് ഞാൻ ആദ്യം സാധാരണ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഈ മഷ്റൂം കണ്ട്, ഇത് പിന്നെ നാളത്തേക്കെല്ലാം കേടായിപ്പോയാലോ 2-3 ദിവസമായി വാങ്ങിയിട്ട്. അങ്ങനെ ഇതെടുത്ത് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും മഷ്റൂം റൈസ് എങ്ങാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇപ്രാവശ്യം ചെറിയ ബട്ടൺ മഷ്റൂമേനു. നിങ്ങൾ കമൻ്റ് ആക്കണേ, നിങ്ങൾ ഈ കുഞ്ഞു മഷ്റൂം ആകുമ്പോൾ ഇതിൻ്റെ തൊലി കളയാണ്ട് ഇതുവരെ കുക്കാക്കിയിട്ടുണ്ടോയെന്ന്. ഞാൻ ആദ്യം വിചാരിച്ച് തൊലി കളയാണ്ട് കട്ട് ചെയ്തിട്ടാലോ, ചെറിയതെല്ലാം കുഞ്ഞു പീസെല്ലാം. പക്ഷേ എനിക്ക് വയറിന് എന്തെങ്കിലും കേടാവുമോ എന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിൻ്റെ വരെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ കമൻ്റ് ആക്കണേ, തൊലി കളയാണ്ട് എടുത്താൽ പ്രശ്നം ഉണ്ടാവുമോ ഇല്ലയോ, നിങ്ങൾ ഇതുവരെ കുക്കാക്കിനോ എന്നെല്ലാം. പിന്നില്ലേ, ഇത് ക്ലീനാക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന, എൻ്റെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ വളരുന്ന സ്റ്റേജിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടാ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ചിലപ്പോൾ നിങ്ങളും ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ 2 മക്കളിൽ ഇന്നൂന് 9 വയസ്സായേ, ആലൂന് 5 വയസ്സും. അവർ രണ്ടാളും തമ്മിൽ ഓൾമോസ്റ്റ് 4 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇല്ലേ, ഇന്നൂന് ഞാൻ ശീലിപ്പിച്ച കാര്യങ്ങൾ ഇന്നു ചെയ്യുന്ന കണ്ടിട്ട് അതേപോലെ ആലു അത് കോപ്പി ചെയ്യലുണ്ട്. അതുകൊണ്ട് നമ്മൾ മൂത്ത മക്കളിൽ ഒന്ന് നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുത്താൽ, അല്ലെങ്കിൽ നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുത്താൽ അത് കണ്ടിട്ട് ഇളയ മക്കളും അതുപോലെ ചെയ്തോളും. അത് ഒന്നാമത്തെ കാര്യം. നമ്മളെപ്പോഴും എല്ലാവരുടെയും പറയുന്ന കേൾക്കലില്ലേ, ചെറുതിലേ ഉള്ള ശീലമാണ് നമ്മൾ എൻ്റയർ ലൈഫിൽ ജീവിതം മുഴുവൻ നമ്മൾ ചെയ്യാന്ന്. അപ്പോൾ കുട്ടികളിൽ ചെറുതിലേ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഏത് ഏജിലാണെന്നറിയാം, 4 വയസ്സ് കഴിഞ്ഞ് 5-ാമത്തെ വയസ്സ് തൊട്ട് കുട്ടികളെ 15-ാമത്തെ വയസ്സ് വരെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അത് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാർഡായിട്ട് മാറാൻ പാടില്ല. ഒരു ദിവസം കൊണ്ട് നമുക്കത് ചെയ്യാനും പറ്റില്ല. നമ്മൾ ഫ്രം ദ ബിഗിനിങ് തൊട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് അതൊരു ശീലാക്കി മാറ്റണം. കുഞ്ഞു കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ അവരൊരു ഡ്രസ്സ് മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ടാൽ ആ അഴിച്ചിട്ട ഡ്രസ്സ് എടുത്തിട്ട് ലോണ്ട്രി ബക്കറ്റിലിടുക, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വന്നാൽ ബാഗ് കറക്റ്റ് സ്ഥലത്ത് വെക്കുക, ഷൂ റാക്കിൻ്റെ മേലെ ഷൂ വെക്കുക, കൊണ്ടുപോയ ടിഫിൻ ബോക്സ് എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം മുതലേ പഠിപ്പിച്ചു കൊടുക്കണം. യൂണിഫോം ഊരി ലോണ്ട്രി ബക്കറ്റിലിടുക, അല്ലാണ്ട് ബാഗ് ഒരു ഭാഗത്തേക്ക് ഇട്ട് ഷൂ റാക്കിൻ്റെ മേലെ വെക്കൂല, സോക്സ് ഊരി വലിച്ചെറിഞ്ഞ്, അങ്ങനെയെല്ലാം കുട്ടികൾ ശീലിച്ചു കഴിഞ്ഞാലില്ലേ അവരെ ഫുൾ ലൈഫിൽ അവർക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ ഈ കാര്യം ഇന്നുവിനെ കാര്യമായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. എല്ലാം കറക്റ്റ് സ്ഥലത്ത് വെക്കാൻ, അല്ലെങ്കിൽ അവർ ടോയ്സ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ അതെടുത്ത് തിരിച്ച് അതിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ, ഇതെല്ലാം ഞാൻ ചെറുതിലേ ശീലിപ്പിച്ചുകൊണ്ട് ഇന്നും ചെയ്യലുണ്ട്. ഇന്നും ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ആലുവിനെ വലുതായിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട വന്നിട്ടില്ല. ഇന്നും ചെയ്യുന്ന കണ്ടിട്ട് ആലുവും അത് കറക്റ്റായിട്ട് ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പം ഞാനീ പറഞ്ഞതെല്ലാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്. പിന്നെ ഇതിന് തന്നെ വേറൊരു ആസ്പെക്റ്റും കൂടി ഉണ്ട്. നമ്മളെ പാരൻസിനും ഇത് ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരിക്കും കേട്ടോ. നമ്മൾ ചില പാരൻസിനെ കണ്ടിട്ടില്ലേ, എന്ത് കുഞ്ഞു കാര്യങ്ങൾ വരെ അവരെന്നെ ചെയ്തു കൊടുക്കണം. ഒന്നും കുട്ടികൾ ഒറ്റയ്ക്ക് ചെയ്യൂല, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാത്തിനും അവരെ കയ്യിൽ നിന്ന് എത്തണം എന്നല്ല നമ്മൾ പറയുന്ന കേൾക്കലില്ലേ. അപ്പോൾ അത് ഈ പാരൻസിനും ഭയങ്കര സ്ട്രെസ്സായിരിക്കും, ഭയങ്കര പ്രഷറായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ള. പക്ഷേ അത് അവരെന്നെ ചെയ്യുന്നൊരു മോശപ്പെട്ട കാര്യമാണ്. കുട്ടികളെ അവരെന്നെ സ്വയം ചെയ്യാൻ ശേഷി ഉണ്ടാക്കാണ്ട് ഇവരെന്നെ വളർത്തി വഷളാക്കാന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തു വെക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. ഇത് കുട്ടികൾ വലുതാവുന്നോറും അവർ ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല, എല്ലാം പാരൻസിൻ്റെ ഹെൽപ്പോട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ആദ്യമെല്ലാം ഭയങ്കര രസമായിരിക്കും, കുട്ടികളെ കൊഞ്ചിക്കുക, ചെറിയ ഏജിൽ അത് ഓക്കെയാണ്. പക്ഷേ വലുതാവും തോറും കുട്ടികൾ മാറൂല, കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും. അന്നേരം ഇതൊരു സ്റ്റേജ് എത്തുമ്പോൾ ഈ പാരൻറ്റിനും ഭയങ്കര സ്ട്രെസ്സാവും. അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കാൻ
ചെറുതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്ത് ശീലിപ്പിക്കുക. എന്നാൽ വലുതാവുമ്പോൾ അവർ വലിയ വലിയ കാര്യങ്ങളും നല്ല സിമ്പിളായിട്ട് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 4 വയസ്സ് കഴിഞ്ഞ് 5ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് ഇത് ചെയ്യിപ്പിക്കണ്ടേ. അന്നേരം അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴില്ലേ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, പ്രശംസിക്കുക. അന്നേരം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്താ പറയുക, അവരൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു പ്ലേറ്റ്, അവർ ഫുഡ് കഴിച്ച പ്ലേറ്റ് എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ചാൽ വരെ നമ്മൾ വാവ് പറയുക. അല്ലെങ്കിൽ നമ്മൾ ഈ സ്നാക്കെല്ലാം ഇട്ട് കൊടുത്ത പ്ലേറ്റ് അങ്ങനെ തന്നെ കുട്ടികൾ ഇട്ടിട്ട് പോകുന്ന കാണാം. പക്ഷേങ്കിൽ ഞാൻ അവരോട് പറയലുണ്ട്, ഓക്കെ, അവരൊരു എന്തെങ്കിലും കുടിച്ചാലോ അല്ലെങ്കിൽ ചായ കുടിച്ചാലോ ആ ഗ്ലാസ് എടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോയി കിച്ചണിൽ വെക്കാൻ പറയുക. അങ്ങനെയെല്ലാം ചെയ്ത് അവർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, വാവ് എന്ന് പറയുക, അല്ലെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാപ്പ് കൊടുക്കുക. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, അവരോട് പെട്ടെന്ന് ചൂടാവാണ്ടിരിക്കുക. അത് എൻ്റെ ഭാഗത്തുനിന്നും ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവലുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം നല്ലോണം അത് ശ്രദ്ധിക്കലുണ്ട്. ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനുണ്ടാവും. ചെറിയ കുട്ടികൾക്ക് ഒന്നും ചിന്തിക്കാനുണ്ടാവില്ല, മൈൻഡ് ഫ്രീ ആയിരിക്കും. ആ ഒരു ടൈമിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് അവരോട് ചൂടായിപ്പോവും. അങ്ങനെ ചെയ്യാണ്ട് നിൽക്കുക. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കെല്ലാം വരുമ്പോൾ ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും നമുക്ക് കുട്ടികളോട് അങ്ങനെ കൂളായിട്ട് പെരുമാറാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ അവരോട് അവരുടെ മൈൻഡ് സെറ്റിൽ നല്ല കൂളായിട്ട് സംസാരിക്കുക. അങ്ങനെയെല്ലാം ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾ പെട്ടെന്ന് ചൂടാകുന്ന പാരൻസ് ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇല്ലേ, ഞാൻ ഈ വെജീസ് എല്ലാം കട്ടാക്കുന്ന സമയത്തില്ലേ, ഈ ട്രാൻസിഷൻ പോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടായിന് കഴിച്ചിട്ടെല്ലാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല. എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ. എനിക്ക് കുക്ക് ചെയ്യാൻ കുറച്ച് ടൈമെല്ലാം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യുന്നത് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഇല്ലേ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളതിൽ നമ്മൾ കുട്ടികളോട് കുറേ സമയം സംസാരിക്കണം. ഇപ്പോൾ ഈ സ്ക്രീൻ ടൈം കൂടുതലല്ലേ, കുട്ടികൾക്കായാലും അമ്മക്കായാലും രണ്ടാളും കണക്ക് തന്നെയാണ്. പാരൻസും കണക്ക് തന്നെയാണ്, കുട്ടികളും കണക്ക് തന്നെയാണ്. ഒന്നുകിൽ അവർ ഫോൺ നോക്കുന്നുണ്ടാവും, അല്ലേ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കലായിരിക്കും. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് കുട്ടികളോട് സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക. സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ട് നല്ലോണം ഇൻക്രീസ് ആവുക കേട്ടോ. കുട്ടികൾക്ക് അവരെ സ്കൂളിലുള്ള കാര്യങ്ങളെല്ലാം പറയാനുണ്ടാവും, അതെല്ലാം കേൾക്കുക. നമ്മളൊരു ഫ്രണ്ടിനെ പോലെ നിന്നിട്ട് അവരോട് അതെല്ലാം കേട്ട് അത് കേട്ട് അതിന് തിരിച്ച് മറുപടി പറയുമ്പോൾ, അവരെ സ്റ്റൈലിൽ മറുപടി പറയുമ്പോൾ എല്ലാം അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ അവരോട് സംസാരിക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ, വലിയ കുട്ടികളാണെങ്കിൽ ആ ഒരു സ്റ്റൈലിലും നമ്മൾ സംസാരിക്കുക. ഇത് പാരൻറ്റും കുട്ടിയും തമ്മിലുള്ള ബോണ്ട് ഇൻക്രീസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഇല്ലേ, ഇത് ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിയ ബീഫേനെ ഇതും കൂടി ഞാൻ ഇതിലിടുന്നുണ്ട്. ഈ ഫ്രൈഡ് റൈസെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ബീഫ് വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ടിടുക, അല്ലെങ്കിൽ ഇങ്ങനെ തിന്നായിട്ടുള്ള ബീഫാണെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് കുക്കാവില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് വേവിച്ചാൽ കുഞ്ഞി കുഞ്ഞി സ്ട്രിപ്സ് പോലെ ആക്കിയിട്ടാണ് കുക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുക്കാവും കേട്ടോ. ഭയങ്കര സോഫ്റ്റ് എന്തായാലും ആവില്ല. പിന്നെ ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എന്നിട്ട് എടുത്തത്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ആദ്യം റൈസ് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഈ മഷ്റൂം വെച്ചിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ബീഫും കൂടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. ആദ്യം ഞാൻ വിചാരിച്ച ബീഫ് സ്റ്റോക്ക് ഇടാമെന്ന്, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഇടാമെന്ന്. പിന്നെ ബീഫ് പീസസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേ. പിന്നെ ഇതിൽ ബട്ടറും പിന്നെ ഓയിലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തേനെ. ഈ കൊർക്മാസിൻ്റെ കുക്ക്വെയർ സെറ്റിന് ഇപ്പം നല്ല ഓഫർ ഉണ്ട് കേട്ടോ ട്രെൻഡ്യോളിൽ. ഞാൻ യൂസ് ആക്കുന്ന കുക്ക്വെയർസിൻ്റെയും എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വേണേൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ, വാങ്ങിക്കോ. ഇത് ഭയങ്കര അടിപൊളിയാട്ടാ. എന്താ പറയുക, ഞാൻ എത്ര കാലം യൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അത്രയും ക്വാളിറ്റി ലൈറ്റാണ്. ഇതിൽ ഒരു 10 to 15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. പിന്നെ ഈ ബസ്മതി റൈസ് ഞാൻ 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പിന്നെ ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്തിട്ട് വെച്ചിരുന്നു റൈസ്. പിന്നെ ബീഫ് തുറന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ഇത് ബീഫിലേക്ക് മാത്രമല്ല മൊത്തം ഫ്രൈഡ് റൈസിലേക്കുള്ളതാണ് കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ബീഫ് കുക്കായി, പക്ഷേങ്കിൽ സോഫ്റ്റ് കുക്കാവില്ല,
അത് ഞാൻ പ്രത്യേകം പറയുന്നത് കേട്ടോ. ബീഫിന് പകരം നമുക്ക് ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ മഷ്റൂം മൊത്തത്തിൽ എടുത്തിട്ടില്ല കേട്ടോ, പകുതി എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേനെ. നമുക്കിവിടെ മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. നമുക്കും മിക്കാക്കും മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ, കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല. മഷ്റൂമും ഇട്ടിട്ടില്ലേ, ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തേനെ. ഈ റൈസിൽ വെളുത്തുള്ളി കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചെറിയുള്ളി ഞാൻ സെപ്പറേറ്റ് എടുത്തിന്. പിന്നെ ഉള്ളിയും എന്താ പറയുക, ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്. ചെറിയുള്ളി സെപ്പറേറ്റ് എടുത്തിനെന്ന് പറയാൻ കാരണമില്ലേ, ആ ഒരു സ്പ്രിംഗ് അണിയൻ്റെ ആ വൈറ്റ് കളറിലെ അടിയിലുള്ള അതെനിക്ക് വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിന്. അതുകൊണ്ട് ആ ചെറിയ ഉള്ളി തന്നെ വേറെ എടുത്തേ. അല്ലെങ്കിൽ ചെറിയ ഉള്ളിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. സ്പ്രിംഗ് അണിയൻ്റെ അടിയിലുള്ള വൈറ്റ് കളർ ഉള്ളിയില്ലേ, അതുതന്നെ മതിയേനു. പിന്നെ ഇതാ അപ്പുറത്ത് റൈസ് കറക്റ്റ് കുക്കായിന് അത് വാർത്ത് വെക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരി കറക്റ്റ് വേവണം. കൂടുതലാവാനും പാടില്ല, കുറയാനും പാടില്ല. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതൊരു ഞാൻ 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിന്. ആ മഷ്റൂമിൽ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരണം. പിന്നെ ഇതിലേക്ക് ഒന്ന് വാടിയാൽ മതി കേട്ടോ, ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം സോയ സോസ് ഒഴിച്ച് കൊടുത്തിന്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അത് നിങ്ങളെ ടേസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. പിന്നെ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ഇനി ഇടണ്ട, കാര്യം അരിയിൽ ഉപ്പുണ്ട്, സോയ സോസിൽ ഉണ്ട്. ബീഫ് ഇടുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് റൈസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ പല ടൈപ്പ് റൈസ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. നല്ല രസമായിരിക്കും ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഇങ്ങനെ ടേസ്റ്റിനുള്ള എന്തെങ്കിലും ഇട്ടാൽ മതി. ഞാൻ ബ്രോക്കലിനെ കൊണ്ടും കോളിഫ്ലവറിനെ കൊണ്ടും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. അഥവാ ഇപ്പോൾ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു പീസ് ചിക്കൻ സ്റ്റോക്ക് ഇട്ടാൽ മതി. കുറേയൊന്നും ഇടണ്ട, ഒരു കുഞ്ഞ് പീസ് ഇട്ടാൽ മാത്രം മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്പ്രിംഗ് അണിയൻ്റെ ആ ഒരു ഗ്രീൻ പോർഷനില്ലേ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയെല്ലാം വേണമെങ്കിൽ ഇടാം. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ മൊത്തം ഇങ്ങനെ മെല്ലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റൈസ് റെഡിയായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ. പിന്നെ ഇത് ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാര്യം ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളോട് ഷെയർ ആക്കണമെന്ന് വിചാരിച്ചിട്ടേനു ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തതിന്. ഇനിയില്ലേ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ആലുവിനെ പറ്റിയും ഒരു കാര്യം പറയാനുണ്ട്. പക്ഷേ അതിന് മുന്നേ ഇല്ലേ, ഞാൻ ഇങ്ങൾക്കൊരു അപ്ഡേറ്റ് തരാനാണ് വന്നത് ആൽബിഡോനെ പറ്റി. ആൽബിഡോൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വന്ന ഫീഡ്ബാക്ക് എന്താണെന്നറിയാം. എൻ്റെ കുറേ ഫോളോവേഴ്സിൻ്റെ മക്കൾ ഇപ്പോൾ അവരെ സ്റ്റുഡൻ്റാണ്, ഹാപ്പി ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ട്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അപ്ഡേറ്റും കൂടി പറയാനുണ്ട്. എക്സാമ്പിൾ നോക്കാം കേട്ടോ, കുറച്ചും കൂടി സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നോക്കാം. In a wigwam, Nokomis taught Hayawata about the wonders around them. അപ്ഡേറ്റ് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ആൽബിഡോയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ YT001 എന്ന് പറഞ്ഞ കോഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫ് ഉണ്ടാവും കേട്ടോ. പിന്നെ ആൽബിഡോനെ പറ്റി ഞാൻ എപ്പോഴും പറയലുണ്ട്, പറയാൻ കാരണമില്ലേ, നമ്മൾക്ക് എല്ലാവർക്കും അവർ ഒരേപോലെയല്ല ക്ലാസ് കൊടുക്കുക. നമ്മളെ കുട്ടികളെ ആദ്യം അസസ് ചെയ്യും, ഫ്രീ ആയിട്ട് അസസ്മെൻറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് തരും. അത് നടത്തി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ ലേണിംഗ് സ്റ്റൈൽ ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് അവർക്ക് ആപ്റ്റ് ആവുന്ന ഒരു ടീച്ചറെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അവരെ ലേണിംഗ് ഗ്യാപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് ഏത് ടൈപ്പിലുള്ള ലേണിംഗ് ഗ്യാപ്പ് ആണെന്ന് ചിലപ്പോൾ പാരൻസിന് തന്നെ അറിയാൻ വേണ്ടി പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, കുട്ടികളെ പഠന കാര്യത്തിൽ മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനും അവരെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ അവർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാനുള്ള മടി അവർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഷൈ ആയിരിക്കും കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നല്ല കോൺഫിഡൻസോടു കൂടി മറ്റുള്ളവരോട് സംസാരിക്കാനും അവർ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും വരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെ അവരുടെ അക്കാദമിക്സ് ലെവല് മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടിയൊക്കെ ടീച്ചർ മാത്രമല്ല, ഒരു മെൻറ്ററുടെ ഹെൽപ്പും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ആൽബിഡോ നിങ്ങളെ കുട്ടികളെ സ്റ്റഡീസിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അവരെ ബെസ്റ്റ് ലെവലിൽ അവരെ സ്കില്ല്
പുറത്ത് കൊണ്ടുവരാനും അവരെ പഠനത്തിലുള്ള മികവ് പുറത്ത് കൊണ്ടുവരാനും എല്ലാം ആൽബർട്ടോ ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്ക് ഇതൊരു ഭാരമായിട്ട് മാറുക അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു മണിക്കൂർ ക്ലാസ് കൊടുക്കുന്നത് ഒരു സ്ട്രെസ്സാവുക എന്തായാലും ചെയ്യില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആൽബർട്ടോനെ കോൺടാക്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിക്കട്ടാ. ഞാൻ പറഞ്ഞ പോലെ ഈ കോഡിൻ്റെ കാര്യം മറക്കണ്ടേ. ഹാർഡ് അത് നോക്കാം. ഇത് ഹാർഡ്. ഓക്കെ 45. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ റീഡ് 73. അപ്പോൾ ദിസ് ഈസ് 73. അപ്പോൾ യു സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം 70. until count until you reach 73. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. 70, 71, 72, 73, ഇത് 72. ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ 73 കഴിഞ്ഞിട്ട് കുറേ കൗണ്ട് ചെയ്തു. 72. ഓക്കെ 72. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 24, 20, 21, 22, 23, 24. ഓക്കെ. 23. പിന്നെ ഇല്ലേ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റിനേക്കാളെല്ലാം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, ടൈമിങ്. അത് നമുക്ക് ആലുവിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് ഓരോ കാര്യത്തിനും നമ്മൾ ടൈം ടു ടൈം ഒരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ ചെയ്യണം. പക്ഷേ ആ ഒരു സ്ട്രെസ് നമ്മളെ കുട്ടികളെ അറിയിക്കാണ്ട് തന്നെ നമ്മൾ വേണം അത് എന്താ പറയുക കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാൻ. പക്ഷെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു ടൈം നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടൈമും സ്കെഡ്യൂൾ ചെയ്യണം. അത് ഞാൻ ഒരു വർഷം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ്. ആലുവിനെ ഞാൻ മുന്നേ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. KG 1 ആലു അത്ര ഓക്കെ അല്ലേനു, എന്താ പറയുക പഠിക്കാനും കുറച്ച് ബാക്കൗട്ട് ചെയ്യുന്നു എല്ലാ കാര്യത്തിലും. എന്താ പറയുക എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ അല്ലാത്ത കാര്യത്തിൽ ഓള് കോമ്പറ്റീഷനെല്ലാം വരുമ്പോൾ ഓൾക്ക് എപ്പോഴും മെഡലെല്ലാം കിട്ടുക. പക്ഷെങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങിന് പോലെ ഓപ്പൺ ഹൗസിന് പോകുന്ന സമയത്ത് മാം എപ്പോഴും എന്നോട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു, ആലു കുറച്ച് ഉറക്കം തൂങ്ങിയ പോലെയാണ് ക്ലാസ്സിൽ. പക്ഷെങ്കിൽ ആലു ഭയങ്കര കാലിബറുള്ള കുട്ടിയാണ്, ഓള് കേപ്പബിളാണ്, പഠിക്കാനും എല്ലാത്തിലും ഭയങ്കര സ്മാർട്ടാണ്. പക്ഷെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് ഓൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും കുറച്ച് ബാക്കൗട്ട് ചെയ്യുന്നു ഓൾ ഉണ്ടാവല്. പഠിക്കുന്ന കാര്യത്തിൽ ഓൾക്ക് പെട്ടെന്നൊന്നും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലേനു. കാര്യം ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് കുട്ടികൾ ഉറക്കം തൂങ്ങിയ പോലെ ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. മാം പറയും അല്ലാത്ത ആക്റ്റീവായ സമയത്ത് ഭയങ്കര സ്മാർട്ടാണെന്ന് പറയലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്പൺ ഹൗസിന് പോയി ഫസ്റ്റ് 1-2 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ്, മൂന്നാമത്തെ പോയ സമയത്ത് മാം പറഞ്ഞു നിങ്ങളിത് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, കുട്ടീൻ്റെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്താണ് എനിക്കും ആ ഒരു ബോധം ഉണ്ടായത്. അതിൻ്റെ ടൈം മാറ്റിയാലേ നമ്മളെ കുട്ടികളുടെ ടൈം നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാലില്ലേ, ആലു ഉറങ്ങലുണ്ട്, പക്ഷെങ്കിൽ 2 ടൈം ആയിട്ടേനും ഉറങ്ങൽ. സ്കൂൾ വിട്ടിട്ട് വന്നാൽ ഉച്ചക്ക് അപ്പടെ കിടന്നുറങ്ങും, പിന്നെ വൈകുന്നേരം എണീക്കും. ഞാൻ കൂടുതൽ ലേറ്റ് ആക്കാണ്ട് ഹോംവർക്കെല്ലാം ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എണീപ്പിക്കും. അപ്പോൾ അവർ ഭയങ്കര ഡീപ്പായിട്ടാണ് സ്ലീപ്പിലേക്ക് പോവുക ഉച്ചക്ക്. അന്നേരം ഞാൻ എണീപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഉറക്കം അങ്ങ് പോയി. പിന്നെ രാത്രി ഉച്ചക്ക് കുറച്ച് ഉറങ്ങിയോണ്ട് രാത്രിക്ക് ഇവക്ക് പെട്ടെന്ന് ഉറക്കം വരില്ല. അന്നേരം രാത്രി നല്ല ലേറ്റായിട്ട് കിടക്കും. പിന്നെ രാവിലെ വരെ ഉറങ്ങാൻ സമയം കുറവാ കിട്ടും, രാത്രി ലേറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെയും ഉറക്കം തൂങ്ങിയ അവസ്ഥ തന്നെ അതേനു ഉണ്ടായിന്. പിന്നെ അത് ഞാൻ 2 ടൈം ഉറങ്ങുന്നത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ടൈം 8-9 മണിക്കൂർ ഉറങ്ങാൻ കിട്ടലുണ്ട്. അങ്ങനെ ആക്കി മാറ്റിയതിന് ശേഷം മാഷാ അല്ലാ ആലുവിന് ഈ വർഷം ഭയങ്കര മാറ്റേനു. ക്ലാസ്സിൽ പോയിട്ട് ഉറക്കം തൂങ്ങലില്ല, പഠിക്കാനും അൽഹംദുലില്ലാ ഇപ്രാവശ്യം ഓപ്പൺ ഹൗസിന് പോയ സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായിന്, എല്ലാത്തിലും ഫുള്ളതിനും ഉണ്ടായിന്. അപ്പോൾ ഇല്ലേ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം GCC കൺട്രിയിലുള്ളവർക്കാണ് ഈ പ്രശ്നം മെയിനായിട്ട് ഉണ്ടാവുക. കാര്യം ഭയങ്കര നേരത്തെ സ്കൂളിൽ പോക്ക്, പിന്നെ വൈകുന്നേരം പിന്നെ ഒന്നുമില്ല, കുട്ടികൾ വൈകുന്നേരം സമയത്ത് കിടന്നുറങ്ങിപ്പോവും, പിന്നെ രാത്രി ഉറങ്ങാൻ ലേറ്റാവും. അങ്ങനെ ഈ 2 ടൈമിൽ ഉറങ്ങുമ്പോൾ ആ ഒരു ഭയങ്കര പ്രശ്നം തന്നെയാട്ടാ. കുട്ടികൾക്ക് ഒറ്റ സ്ട്രെച്ചിലാണ് ഉറക്കം കിട്ടേണ്ടത്. എന്താ പറയുക ഒറ്റ ഉറക്കത്തിൽ തന്നെ കുറേ മണിക്കൂർ കിട്ടിയാൽ അവരെ മൈൻഡിൽ നിന്ന് നല്ലോണം റിലാക്സ് ചെയ്യാൻ പറ്റും. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് നല്ലോണം അവരെ പ്രസൻറ്റ് കൊടുക്കാൻ പറ്റും ക്ലാസ്സിൽ. അപ്പോൾ ഇല്ലേ എനിക്ക് തന്നെ അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുട്ടികൾ ഇതേപോലെ ഉറക്കം 2 ടൈമിലാണ് ഉള്ളെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് പാടേനു. എന്നാലും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എൻ്റെ പണിയെല്ലാം മാറ്റി വെച്ച് അതിനേക്കാൾ അപ്പുറത്തില്ല, നമ്മൾ കുട്ടികളെ ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ടൈം ആദ്യം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യണം, എന്നാലേ നമുക്ക് കുട്ടികളെ സെറ്റാക്കാൻ പറ്റും. ഞാൻ അതേപോലെ തന്നെ എൻ്റെ ടൈമെല്ലാം ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ട് അത് സെറ്റാക്കി എടുക്കാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ടെങ്കിലും സെറ്റാക്കി കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്നുണ്ടായിന് കേട്ടോ.
ആദ്യം ഇവർ രണ്ടാളും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഉച്ചയ്ക്ക് ഉറങ്ങുവേനും. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ അവർ ഉറങ്ങുന്ന സമയത്ത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് കുളിക്കലും ചോറ് തിന്നലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോംവർക്ക് എല്ലാം ചെയ്യിപ്പിക്കും. ഇന്നും ഒറ്റയ്ക്ക് ചെയ്തോളും. ആലുവിനെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരലുണ്ട്. പിന്നെ അവൾക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ അവർക്ക് പിന്നെ ഫ്രീ ആയിട്ട് എന്തും ചെയ്യാം. ഹോംവർക്ക് എല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആയല്ലോ. എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 9 മണി കഴിയുമ്പം തന്നെ ഉറക്കാൻ വേണ്ടി കിടത്തും. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേറെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് കമ്പയർ ചെയ്യാൻ പാടില്ല, കുട്ടികളെ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മുന്നത്തെ വ്ളോഗിലെല്ലാം ഇങ്ങനെ പറയലില്ലേ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നിടത്തേക്കാണെന്നറിയാം, നമ്മളൊരു മാസം മുന്നേ വാതിയിൽ കുളിക്കാൻ പോയിട്ടുണ്ടേനെ. ആ സമയത്ത് ആടുന്ന് ഒരു മീനിനല്ല 4 മീനിനെയും ഇവർ പിടിച്ചിട്ട് വന്നിട്ടുണ്ടേനു. എന്നിട്ട് അതിൽ 2 ചത്തുപോയി. ഒന്ന് നമ്മൾ വെള്ളം മാറ്റുന്ന സമയത്ത് വാഷ് ബേസിൻ്റെ ഉള്ളിലോട്ട് പോയി. ലാസ്റ്റ് ഒന്ന് ബാക്കിയുണ്ടേനെ. നമ്മളെ അടുത്തുള്ള വേറൊരു ചെറിയൊരു വാതി പോകുന്ന ഒരു പാർക്ക് പോലത്തെ സംഭവമുണ്ട്. ആടെ കൊണ്ടുപോയിട്ട് കളയാൻ പോലാണ്. കളയലല്ല, അതിനെ വിടാൻ പോലെ. മറ്റേ 2 ചത്തില്ല. ഇതിന്റെ പേര് ഗോൾഡി ഫിഷ്. അതിന് മനസ്സിലാവുന്നുണ്ടല്ലേ അതിന് ഫ്രീഡം കിട്ടലാന്ന്. ഗോൾഡി നമ്മളെ വിടാൻ പോലാണേ. ഇനി അതിന് നല്ല കൊറേ വാട്ടുള്ള സിം ചെയ്യാലേ. ഹലോ, നമ്മൾ ഇത്രയും കാലം എന്തിനാ അതിനെ പിടിച്ചു വെച്ചേ? ഇതിങ്ങനെ നോക്കുമ്പോ ഭയങ്കര ആട്ടോ. പോയാണേ നമ്മള് വൈറ്റ് ഫിഷിന് മനസ്സിലാവുന്നുണ്ടല്ലേ. കുറേ ദിവസമായി വിചാരിക്കുന്നത് ഈനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിട്ടു കൊടുക്കണമെന്ന്. നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നമ്മൾ അധികവും മറന്നു പോകുന്നത്. ഇനിയിങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരും. പിന്നെ വിട്ടുതരാൻ സമാധാനമായി. വിടുന്നതിന് മുന്നേ ഇത് ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നതിന്. 2-3 ഒരുമിച്ചുണ്ടെങ്കിലും പ്രശ്നമില്ല. ഒറ്റക്കായതുകൊണ്ട് നമുക്ക് എന്തോ പോലേനു. പിന്നെ ഇത് നമുക്കിങ്ങനെ വൈകുന്നേരം എല്ലാം വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരലുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആക്കണം. പിന്നെ ഞാൻ അടുത്ത ഇടാൻ പോകുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നായിരിക്കും നമ്മളെ ഗിവ് അവേൻ്റെ 2 വിന്നറിനെ സെലക്ട് ആക്കുക. ഗിവ് അവേ ഡീറ്റെയിൽ എല്ലാം ഇൻഷാല്ലാ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളതും എല്ലാം അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ബൈ ബൈ.